ISL എന്നാരംഭിക്കും എന്നൊരു സംശയത്തിലൂടെയാണ് ISL ആരാധകർ എല്ലാം തന്നെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ISL നടന്നേക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഈയിടയ്ക്കൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ISLൻ്റെ ഓണേഴ്സായിട്ടുണ്ടായിരുന്ന FSDL പിന്മാറിയ സാഹചര്യത്തിൽ ഒരുപാട് വലിയ ആശങ്കയിലേക്കായിരുന്നു അത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ISLൻ്റെ കാര്യത്തിൽ വ്യക്തത ലഭിക്കാത്തതിനാൽ തന്നെ ഡുറൻഡ് കപ്പ് കളിക്കാത്ത സാഹചര്യവും ഡുറൻഡ് കപ്പിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതുമാത്രമല്ല ട്രാൻസ്ഫറുകളെല്ലാം ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ ISL എന്ന് ആരംഭിക്കുമെന്നൊരു കാര്യത്തിൽ AIFFൻ്റെ അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ഒരു മറുപടി നിലവിൽ നൽകിയിരിക്കുകയാണ്. ഈയിടയ്ക്ക് സുപ്രീം കോർട്ടിൻ്റെ പുതിയൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അതോടൊപ്പം തന്നെ കല്യാൺ ചൗബയ്ക്കും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു. അതിൻ്റെ ഒരു മറുപടി നൽകുന്ന സമയത്താണ് ISLൻ്റെ കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: സൂപ്പർ കപ്പോട് കൂടിയായിരിക്കും ISL ആരംഭിക്കുക. ഒക്ടോബർ 25 സൂപ്പർ കപ്പ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൺഫർമേഷൻ നൽകുന്നുണ്ട്. പോരാത്തതിന് ISL എന്ന് ആരംഭിക്കുമെന്നൊരു ഡൗട്ടിനും അദ്ദേഹം ഒരു ക്ലാരിറ്റി നൽകുന്നുണ്ട്. അതായത് ഡിസംബറിലെ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ ആയിരിക്കും ISL സീസൺ ഇക്കുറി ആരംഭിക്കുക എന്നാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു റിപ്പോർട്ട്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ വരുവാനായിട്ട് പോകുന്ന ഡിസംബറിൻ്റെ ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച തന്നെ ISL സീസൺ ആരംഭിക്കും എന്നുള്ളതാണ്. സോ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വലിയൊരു കാർമേഘം തന്നെയാണ് നിലവിൽ ഒഴിഞ്ഞു മാറിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല ക്ലബ്ബുകൾക്കും തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ ആരംഭിക്കാമെങ്കിൽ പോലും അതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ അവസാനിച്ച സാഹചര്യത്തിൽ പല ക്ലബ്ബുകൾക്കും ഇനി താരങ്ങളെ സൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുക ഫ്രീ ഏജൻസ് ആയിട്ടുള്ള താരങ്ങളെ ആയിരിക്കും. സോ ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് തങ്ങളുടെ താരമായിട്ടുണ്ടായിരുന്ന മാദി തലാലുമായിട്ട് ഒരു പാർട്ട്നർ ബേസിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ISL പഞ്ചാബിന് വേണ്ടി അരങ്ങേറി വളരെ മികച്ചൊരു പ്രകടനം പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചതിന് ശേഷമാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ഇദ്ദേഹം ചേക്കേറിയിട്ടുണ്ടായിരുന്നത്. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരു മികച്ച പ്രകടനം ഇദ്ദേഹത്തിന് കാഴ്ചവെക്കാണ്ട് സാധിച്ചില്ല എങ്കിൽ പോലും ISL തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് മാദി തലാൽ. സോ നിലവിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്നും പാർട്ട്നർ ബേസ് ആയിട്ടുള്ള ഇദ്ദേഹം നിലവിൽ ഒരു ഫ്രീ ഏജന്റ് ആയതിനാൽ തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പല ക്ലബ്ബുകളും മുൻപോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മുൻപോട്ട് വന്ന ക്ലബ്ബുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ചെന്നൈയിൻ FC, ബംഗളൂരു FC തുടങ്ങിയ ക്ലബ്ബുകളും ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇനീഷ്യൽ ടോക്കുകളൊക്കെ തന്നെ നടന്നുവെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 3 വിദേശ താരങ്ങളുടെ വേക്കൻസിയാണ് തങ്ങളുടെ ക്ലബ്ബിൽ ഫില്ല് ചെയ്യുവാനായിട്ടുള്ളത്. സോ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു മികച്ച ISL നിന്നുള്ള തന്നെ ഒരു മികച്ച ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ വേണ്ടത് 2 സ്ട്രൈക്കർമാരുടെ ഒരു ലഭ്യതക്കുറവുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ. ഒരു വിദേശ സ്ട്രൈക്കറിൻ്റെ ലഭ്യതക്കുറവ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട്. സോ ഒബ്വിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മാദി തലാൽ ഒരു സ്ട്രൈക്കറല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, അതായത് ലൂണയെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് മാദി തലാൽ. സോ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും സ്കോറിംഗ് എബിലിറ്റി ഉള്ള, അസിസ്റ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു മികച്ച താരം തന്നെയാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ഗുണം തന്നെ ആയിരിക്കുമെന്ന് എടുത്ത് പറയേണ്ടതാണ്. ഇനീഷ്യൽ ടോക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിനുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധ്യതകളുണ്ട്. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് വിശ്വസിക്കുവാനായിട്ടും പറ്റുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഓൾറെഡി തന്നെ അഡ്രിയാൻ ലൂണയുണ്ട്, ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് കോൺട്രാക്റ്റുമുണ്ട്. സോ ഒരു പക്ഷേ ഇദ്ദേഹം ടീം വിട്ട് പോയേക്കാം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് പഞ്ചാബ് FC ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാനാണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം എന്നും അറിയത്തില്ല. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സുകളൊക്കെ എന്ന്.